ഹലോ, ഇന്നത്തെ വീഡിയോ ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ്. സാധാരണ ചെയ്യുമ്പോഴുള്ള ക്രാഫ്റ്റ്സ് ഒന്നും ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇന്നത്തെ വീഡിയോ ഞാൻ മെയിനായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നത് നമ്മുടെ നഴ്സറിയിൽ നിന്ന് കൊണ്ടുവരുന്ന പ്ലാന്റ്സ് എന്തുകൊണ്ട് നമ്മുടെ വീട്ടിലെത്തുമ്പോൾ അത് അതേപോലെ ഇരിക്കുന്നു, അല്ലെങ്കിൽ അത് വളരുന്നില്ല, അല്ലെങ്കിൽ നശിച്ചു പോകുന്നു എന്നതിന് ഒരു ആൻസർ ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. ഈ കാണുന്നത് നമ്മുടെ ഊട്ടിയും കൊടൈക്കനാലും ഒന്നുമല്ല, നമ്മുടെ തന്നെ നാട്ടിലുള്ള ഒരു കുഞ്ഞു നഴ്സറിയാണ്. കുഞ്ഞു നഴ്സറി എന്ന് പറഞ്ഞ് അപമാനിക്കാൻ പറ്റത്തില്ല കേട്ടോ. വളരെ വൈഡായിട്ടുള്ള ഒരുപാട് ടൈപ്പ് പ്ലാന്റ്സ് ഉള്ള നമ്മുടെ ട്രിവാൻഡ്രം MC റോഡ് സൈഡിലായിട്ട് നമ്മുടെ കൊല്ലം ജില്ലയിൽ ഉള്ള പുതുശ്ശേരി ഗ്രീൻ കോൺസെപ്റ്റ് എന്ന് പറയുന്നൊരു നഴ്സറിയാണ്. അപ്പോൾ ഞാൻ മിക്കപ്പോഴും പ്ലാന്റ്സ് പോയി പർച്ചേസ് ചെയ്യുന്നത് ഇവിടെ നിന്നാണ്. അപ്പോൾ ഇത് കറക്റ്റ് നിലമേലാണ് ഈ സ്ഥലം. അപ്പോൾ ഇത്തവണ വീഡിയോ ഷൂട്ട് ചെയ്തപ്പോൾ നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യണമെന്ന് തോന്നി. അപ്പോൾ ഒരുപാട് ഫ്ലവറിങ് പ്ലാന്റ്സ് ഉള്ള ഒരു അതിമനോഹരമായ ഒരു നഴ്സറിയാണിത്. പൊതുവേ ഈ ഫ്ലവറിങ് പ്ലാന്റ്സിനോട് താല്പര്യം കാണിക്കാത്ത കൂട്ടത്തിലായിരുന്നു. കാരണം ഇവർ പൂത്താൽ മാത്രമേ ഇവർക്ക് ഭംഗിയുള്ളൂ. അതേസമയം നമ്മൾ ഈ കലാത്തിയ, ബിഗോണിയ, അഗ്ലോണിമാസ് ഒക്കെ ആണെങ്കിൽ അവർക്ക് ആ ലീഫിലാണ് ഭംഗി, അവർക്ക് എന്നും ഭംഗിയായിരിക്കും. അപ്പോൾ പക്ഷേ ഇപ്പോൾ എന്തോ ഇതിനോടൊരു ചായ്വ് തോന്നിയതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് കുറച്ച് പ്ലാന്റ്സ് ഒക്കെ കളക്ട് ചെയ്തെടുത്തിട്ട് അപ്പോൾ നേരെ വീട്ടിലേക്ക് പോയിട്ട് നമുക്ക് ആ പ്ലാന്റിങ്ങിൻ്റെ സ്റ്റേജസ് ഒന്ന് കാണാം. ഇതിപ്പോൾ പിറ്റേ ദിവസം കേട്ടോ. അന്ന് വന്നപ്പോൾ വൈകിട്ടായതുകൊണ്ട് തന്നെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റിയൊരു അന്തരീക്ഷം ഇല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പിറ്റേന്നത്തേക്ക് ഞാൻ മാറ്റി വെച്ചതാണ്. അപ്പോൾ ഇനി ഇതിന് പ്ലാന്റിങ്ങിനായിട്ട് ഞാൻ മാറ്റാൻ പോവുകയാണ്. അപ്പോൾ എങ്ങനെയാണ് ഇതിന് പ്ലാന്റ് ചെയ്യേണ്ടതെന്ന്, അപ്പോൾ നമ്മൾ എപ്പോഴും ഒരു നഴ്സറിയിൽ നിന്നൊരു പ്ലാന്റ് വാങ്ങിക്കൊണ്ട് വന്നാൽ നമ്മൾ എന്തെല്ലാം മുൻകരുതലുകളാണ് ആ പ്ലാന്റിന് കൊടുക്കേണ്ടത് എന്നൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് ഞാൻ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇതിപ്പോൾ 15 രൂപയുടെ ചട്ടിയാണ്, കുറച്ച് അത്യാവശ്യം വലിപ്പമുണ്ട്. അപ്പോൾ ഈ ഒരു ചട്ടിയിലാണ് ഞാൻ ഈ ഒരു പ്ലാന്റ് നടാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം സാധാരണ ഗാർഡൻ സോയിലാണ് എടുത്തിരിക്കുന്നത്. അതിനകത്തേക്ക് ഞാൻ ചാണകപ്പൊടിയാണ് ഇടുന്നത്. അപ്പോൾ ഞാൻ എപ്പോഴും പ്ലാന്റ്സ് ഇതേ പോട്ടിംഗ് മിക്സിൽ തന്നെയാണ് ഇടുന്നത്. ചിലപ്പോൾ ചില മാറ്റങ്ങൾ പ്ലാന്റിനനുസരിച്ച് മാറുന്നുണ്ടെങ്കിലേ ഉള്ളൂ. അപ്പോൾ നന്നായിട്ട് തരികളെല്ലാം ഉടച്ചാണ് ഞാൻ ഈ പ്ലാന്റ് നടാനായിട്ട് പോട്ടിംഗ് മിക്സ് തയ്യാറാക്കുന്നത്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ പോട്ടിൽ ഡ്രെയിനേജ് ഹോൾസ് ഉണ്ടെന്ന് ഉറപ്പാക്കണം. അപ്പം ഡ്രെയിനേജ് ഹോൾസ് ഇല്ലാത്ത പോട്ട്സ് ആണെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ചുറ്റിയിലെടുത്തിട്ട് ചെറിയൊരു ആണി വെച്ചിട്ട് ഡ്രെയിനേജ് ഹോൾസ് ഉണ്ടാക്കി കൊടുക്കണം. അല്ലെങ്കിൽ ഇതുപോലുള്ള ചട്ടികളാണെങ്കിൽ ഡ്രെയിനേജ് ഹോൾസ് അവർ തന്നെ കൊടുത്തിട്ടുണ്ടാവും. പിന്നെ നമ്മൾ ആദ്യം അവിടുത്തെ ഡ്രെയിനേജ് കറക്റ്റ് ആവാൻ വേണ്ടി കുറച്ച് ചരലുകളാണ് ആദ്യം ഇട്ട് കൊടുക്കേണ്ടത്. അതിനുശേഷം മാത്രം നമ്മൾ മണ്ണിടുക. അല്ലെങ്കിൽ കുറച്ച് ഡേയ്സ് കഴിയുമ്പോൾ ഈ മണ്ണ് വന്ന് അടഞ്ഞിട്ട് ആ ഹോൾസ് എല്ലാം അങ്ങ് അടഞ്ഞു പോകും. അപ്പോൾ അതുണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ നമ്മൾ മണ്ണ് നിറയ്ക്കേണ്ടത്. പിന്നെ നമ്മൾ ഇതുപോലൊരു പ്ലാന്റ് കൊണ്ടുവന്ന് നടുന്ന സമയത്ത് നഴ്സറിയിൽ നിന്ന് കിട്ടുന്ന പ്ലാന്റ് ആകുമ്പോൾ തന്നെ അതിനൊരു പ്രത്യേകതരം സോയിലാണ്. അപ്പോൾ ആ ഒരു സോയിൽ നമ്മൾ മാറ്റിയിട്ട് വേണം നടാൻ. പിന്നെ ഒരിക്കലും ഇതുപോലെ പ്ലാന്റ് നമ്മൾ വലിച്ച് എടുത്ത് അതിൻ്റെ റൂട്ട് ഡാമേജ് ചെയ്യാൻ ശ്രമിക്കരുത്. ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് ചട്ടിയിൽ നിന്നും ആ സോയിൽ വിട്ട് വരുന്ന രീതിയിലാക്കിയതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒന്ന് കുലുക്കിയെടുക്കുക. എടുക്കുമ്പോൾ ശ്രദ്ധിച്ച് തന്നെ എടുക്കണം. കാരണം നമ്മുടെ റൂട്ടിൽ എവിടെയെങ്കിലും ഒരു ഡാമേജ് വരുവാണെങ്കിൽ നമ്മുടെ പ്ലാന്റ് ചീഞ്ഞു പോകാനോ അല്ലെങ്കിൽ അത് നശിച്ച് കരിഞ്ഞു പോകാനോ ഒക്കെ സാധ്യതയുണ്ട്. പിന്നെ നമ്മളിതാ ഈ കാണുന്ന ഈ ഒരു മണ്ണ്, അത് കുറച്ച് പശയുള്ള മണ്ണാണ്, റെഡ് സോയിലാണ്. അതിൽ പ്ലാന്റ് ഒരുപാട് കാലമൊന്നും വളരത്തില്ല. ഇതേ ലെവലിൽ തന്നെ അത് നിൽക്കത്തുള്ളൂ. അപ്പോൾ ആ ഒരു സോയിൽ കുറച്ച് മാറ്റിയിട്ട്, പൂർണ്ണമായും മാറ്റേണ്ടതില്ല, കുറച്ച് മാത്രം മാറ്റിയിട്ട് നമ്മുടെ ആ ഒരു പ്ലാന്റ് സോയിലിനായിട്ട് ഇപ്പോൾ തയ്യാറാക്കിയെടുത്ത പോട്ടിംഗ് മിക്സിനകത്തേക്ക് വെച്ചു എടുത്തിട്ട് നമ്മൾ ബാക്കി സോയിലിട്ട് ഉറപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. റെഡ് സോയിൽ മൊത്തത്തിൽ മാറ്റി, ചിലത് ഈ വെള്ളത്തിലൊക്കെ ഇട്ടിരുന്ന് പിറ്റേന്നത്തേക്ക് നടാൻ വേണ്ടി വെക്കുക. അങ്ങനെ മൊത്തത്തിൽ മാറ്റേണ്ട കാര്യമൊന്നുമില്ല. കാരണം ഈ പ്ലാന്റ് ഒന്ന് അഡ്ജസ്റ്റായി വരണം. അവരുടെ സോയിൽ കുറച്ച് അതിനകത്ത് തന്നെ വേണം, എന്നാലേ പ്ലാന്റ് നമ്മുടെ ഈ ഒരു ക്ലൈമറ്റുമായിട്ടൊന്ന് അഡ്ജസ്റ്റ് ആയിട്ട് വരത്തുള്ളൂ. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ നഴ്സറിയിൽ നിന്ന് വരുന്ന പ്ലാന്റ്സിനെ മാറ്റേണ്ടത്. അവരുടെ പ്ലാന്റിങ് സോയിൽ, അതായത് കുറച്ച് ക്ലേ ഉള്ള സോയിലായിരിക്കും. അപ്പോൾ അങ്ങനെയാണ് അവർ പോട്ടിംഗ് മിക്സ് തയ്യാറാക്കി വെക്കുന്നത്. പക്ഷെ നമ്മൾ കൊണ്ടുവന്ന് മാറ്റി നടുമ്പോൾ ഇത്തരത്തിൽ വേണം പ്ലാന്റിങ് ചെയ്യാനുള്ളത്.
പോട്ടി മിക്സ് നമുക്ക് വേണമെങ്കിൽ പെർലൈറ്റും അതുപോലെ കൊക്കോ പീറ്റും ഒക്കെ ആഡ് ചെയ്ത് തയ്യാറാക്കാം. പക്ഷെ ഞാൻ അത്തരത്തിലൊന്നും ആഡ് ചെയ്യാറില്ല. ഞാൻ പൊതുവേ ഇതുപോലെ കൗഡങ്ങും അതുപോലെ നമ്മുടെ ഗാർഡൻ സോയിൽ, ചിലപ്പോൾ നീം കേക്കിൻ്റെ വേപ്പിൻ പിണ്ണാക്കിൻ്റെത് ചെറിയ തോതിൽ ഇടാറുണ്ട്. പക്ഷെ ഇപ്പോൾ ഞാൻ ഇട്ടില്ല. കാരണം പുതുതായി മാറ്റി നടുന്ന ചെടികളിൽ അവർ കുറച്ച് നമ്മുടെ സോയിലുമായിട്ടൊന്ന് അഡ്ജസ്റ്റ് ആയിട്ട് വന്നിട്ട് മാത്രം നമ്മൾ പുറത്തുനിന്നുള്ള വളങ്ങൾ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ വളരെ ചെറിയ വീഡിയോ ആയിരുന്നു. ഞാൻ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പകർന്നു തന്നിട്ടുള്ളൂ. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ തുടർന്നും ഈ വീഡിയോസ് കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻസ് കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.